വില പറയും 1,85,000 റുപ്യ ഫിക്സ്ഡ് പ്രൈസ്. ശരിക്കും 1,85,000 റുപ്യക്ക് ഒരു ടൈപ്പ് 1 ഇന്നോവ. ഇതും ഒറ്റ വില 4,75,000 റുപ്യ. 4,75. ഞാൻ അത്യാവശ്യമുള്ള ആളുകൾക്ക് 5 ലക്ഷം റുപ്യ ബാങ്കും ലോൺ കൊടുക്കും. 12 വണ്ടി ആയതുകൊണ്ട് നിങ്ങൾ ഒരു 5 ലക്ഷം റുപ്യ തന്നാൽ ടൈപ്പ് 4 ആയി കൊടുക്കും. 5,4 കൊടുക്കും. 5,4 ക്ലീൻ പീസ് ആക്കി കൊടുക്കും. ക്ലീൻ പീസ് ആക്കി കുട്ടപ്പനാക്കി കൊടുക്കും. അടിപൊളി. അതിന്റെ ഇതൊന്ന് കാണിച്ചു തരാം. സീറ്റ് അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്തൊരു സീറ്റ് കേട്ടോ. ലൈക്ക് ഒരു ലെതർ ഫിനിഷ് വരുന്ന നല്ല സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള സാധനം. ചെറിയ പൈസക്കാ കൊടുക്കാം. 7,50,000 റുപ്യ കൊടുക്കും. 13 വി വണ്ടി നല്ല പ്രൊഫൈലുള്ള ആക്കാണെന്നുണ്ടെങ്കിൽ ഒരു 6,500 റുപ്യ ലോണും കൊടുക്കും. ഒരു 10 റുപ്യ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മൊത്തം പണിയും തീർക്കാം അല്ലേ? അതൊന്നും പോലും തരേണ്ട ആവശ്യമൊക്കെ കമ്പക്കാരാണെങ്കിൽ നമ്മൾ ടൈപ്പ് 4 കൊടുക്കാൻ പറ്റും. നിങ്ങളൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൊയോട്ടയിൽ PhD എടുത്ത ആളെന്നാണ് ഞാൻ പറയുക. കാരണം അതിനുമാത്രം വണ്ടികൾ ഇയാൾ ഇവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മോങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസിലാണ്. റെഡ് ബെൽ യൂസ്ഡ് കാർസിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഇന്നോവ മാത്രം ഒരു 10-60 വണ്ടിയുണ്ട്. അതുപോലെ തന്നെ വേറെ എക്സ്ചേഞ്ച് ചെയ്ത കുറേ ചെറിയ വണ്ടികളുണ്ട്. അപ്പോൾ 2 എപ്പിസോഡായിട്ട് കാണിക്കാം. ഈ ഒരു എപ്പിസോഡിൽ ഇന്നോവ മാത്രമേ കാണിക്കുന്നുള്ളൂ. വെറും 1,85,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇന്നോവ ഇവിടെ നിന്നല്ലാണ്ട് കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് കിടക്കുന്നത് എല്ലാം തന്നെ. ഇന്നോവ എടുക്കേണ്ടവർ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് നിങ്ങൾ പോയി വണ്ടി എടുക്കുക എന്ന് ഞാൻ ആരോടും പറയാറില്ല. പക്ഷേ നിങ്ങളിവിടെ വരിക, വന്ന് വണ്ടികൾ കാണുക, വണ്ടികൾ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസ്. എക്സാക്ട് സ്ഥലം വരുന്നത് മോങ്ങത്താണ്. മോങ്ങം എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ്. മോങ്ങം വള്ളുവമ്പ്രം ആ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോരും. ഹൈവേ സൈഡിൽ തന്നെയാണ്, ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ എന്തായാലും പറയുന്നില്ല, പറ്റുമെങ്കിൽ ചെയ്തേക്കുക. അതല്ലാതെ നിങ്ങൾ മാക്സിമം നിർബന്ധമായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനേ ഞാൻ പറയാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം ആൾക്കാർക്ക് ഒരു ഉപകാരം കിട്ടും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസിൽ ഇന്നോവ ചാകര എപ്പോഴും ഉണ്ടാവും അല്ലേ? ഇത് മാസാള്ള പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് തീരലില്ല. തുടങ്ങല്ലേ? ഇപ്പൊ നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നും പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെട്ടും ചെയ്തോട്ടെ. നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസ് ആണ്. പേരൊക്കെ ഒന്ന് പറഞ്ഞു ചുമ്മാ പറഞ്ഞോളൂ നിങ്ങള്. അല്ല, പേരിപ്പന്റെ പേര് 100 റെഡ് ബെൽ യൂസ്ഡ് കാർസ് എന്നാണ്, ജാജു ആണ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഗതി. എന്നാലും നമ്മളൊന്നും കൂടി പരിചയപ്പെടുത്തുക, അത്രേ ഉള്ളൂ. അല്ല, ഇപ്രാവശ്യം എങ്ങനെയുണ്ട് വണ്ടികളുടെ കണ്ടീഷൻ? വണ്ടി അത്യാവശ്യം ഇഷ്ടംപോലെ വണ്ടികൾ. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. ഇന്നോവയ്ക്ക് നമ്മളെടുത്തൊരു സാമൂല്ല, അതാണല്ലോ നമ്മളെ മെയിൻ ബ്രാൻഡ്. അതാണ്. ഓഫറിലുള്ള 2 വണ്ടി നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഈ വീഡിയോ കാണാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിന്നോളി. ഒരു അൾട്ടോന്റെ വിലക്ക്, ഒരു അൾട്ടോ കാറിന്റെ വിലക്ക് ഒരു ഇന്നോവ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. അതെ, അൾട്ടോയിലും കിട്ടാത്തൊരു വിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നോവ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ 2012 ഇന്നോവന്റെ ഒക്കെ വില കേട്ട ഞങ്ങൾ തരിച്ചു പോകും. അത് നമുക്ക് കാണിക്കാം. കാണും. ഈ ഒരു നിലയിൽ ഇതാ കുറെ വണ്ടികൾ നിരത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ അത് മാത്രമേ ഉള്ളൂ. ഒരു വണ്ടി പോലും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ പറഞ്ഞിട്ട് കാണുന്നവര് കണ്ടോട്ടെ. നമ്മളെന്താ ഇത് കാണുമ്പോഴാണല്ലോ ഒരു ലൈക്ക് ഉണ്ടാവര്. അതെ അതെ, തുടങ്ങാം. 16 മോഡൽ, 2016 മോഡലാണ്. റീ രജിസ്ട്രേഷൻ വണ്ടി. കിലോമീറ്റർ 1,24,000 കിലോമീറ്റർ ജെനുവിൻ ആണ് ഈ വണ്ടി. നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഹിസ്റ്ററി എടുത്ത് കൊടുക്കും നമ്മൾ. ഓക്കെ, അടിപൊളി. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്താണ് കേട്ടോ. പിന്നെ എല്ലാം ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ എന്ത് ഡീറ്റെയിൽ വേണേലും നൂറുദിങ്ങാനെ വിളിച്ചാൽ മതി. പിന്നെ ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ടും മൈനർ ആയിട്ടും ഒന്നുമില്ല അല്ലേ? വണ്ടി പക്കയല്ലേ? വണ്ടി പക്ക വണ്ടിയാ. ഒരാൾ എടുത്താൽ കുറ്റം പറയരുത്. ഇത് കുറ്റം പറയാന്നല്ല, ഈ വണ്ടി ഇപ്പൊ നിലവിൽ 3rd ഓണർ ആണ്. ഇത് 3rd ഓണർ ആകാൻ കാരണം ഞാൻ ഈ വണ്ടി തിരുവനന്തപുരത്തേക്ക് കൊടുത്തിരുന്ന വണ്ടിയാ. തിരുവനന്തപുരത്തേക്ക് കൊടുത്തപ്പോൾ നമ്മൾ ഒരു ക്രിസ്റ്റമൽ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചു വെച്ചാണ്. തിരിച്ചു മേടിച്ചാണ്. അതായത് നമ്മളിപ്പോഴല്ല കൊടുത്ത് 8 മാസം മുമ്പ് കൊടുത്തതാ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി ആണ്. ഈ വണ്ടികൾ ഏതെങ്കിലും ഉണ്ടോ? മേജർ ആയിട്ട് എന്തുണ്ടെങ്കിലും ഞാൻ പറയും. മൈനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പിന്നെ തലവേദനയും പനിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പറയാം. ബമ്പർ ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്വാഭാവികവും. ഇത് 2016 വണ്ടി 10 റുപ്യന്റെ വണ്ടിയാണ്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. 10 റുപ്യന്റെ വണ്ടിയൊന്നും 10 റുപ്യ തരില്ല. അപ്പൊ 9 ചില്ലർക്കും കൊടുക്കും നമ്മൾ. ചെറിയൊരു വിട്ടുവീഴ്ച. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്. നിലവിൽ 3rd ഓണർ ആണ് വണ്ടി. ഇതാണെങ്കിലോ? ഇത് അതുപോലെ തന്നെ 2016 സിൽവർ കളർ വണ്ടി. സിൽവർ ആണല്ലേ? ഇന്ത്യയിലൊക്കെ എല്ലാം ഒരുവിധം എല്ലാം ഇപ്പൊ ആൻഡ്രോയിഡ് സീരിയോ ഇല്ലാത്ത വണ്ടികൾ ഇല്ലാതെ. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഇപ്പത്തെ ഒരു വൈബാണല്ലോ. അത് ഓരോ ടൈമിൽ ഓരോ ട്രെൻഡ് ആണല്ലോ. ആൻഡ്രോയിഡ് ഇപ്പത്തെ ഒരു ട്രെൻഡാണ്. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ വണ്ടിയൊക്കെ. 2016 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി. അതായത് ഇത് എന്താ പറയുക, നമ്മൾ ഈ വരുന്ന വണ്ടികളൊക്കെ എന്താണോ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കസ്റ്റമർക്ക് കൊടുക്കുള്ളൂ. അല്ലാതെ എന്താ പറയുക, ചുരുക്കില്ലാത്ത കുട്ടികളെ മൈൻഡ് ആൾക്കാരും മൈൻഡ് ചെയ്യൂല. വണ്ടി ക്വാളിറ്റി ഉണ്ടാവുമ്പോൾ ആൾക്കാരെ നമുക്ക് മൈൻഡ് ചെയ്യൂല. കാണാനൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ഒരു ക്വാളിറ്റി ഒരു സിംഗിൾ സ്ക്രാച്ച് വരെ നിങ്ങൾക്ക് ഒരു വണ്ടിയിലും കാണാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ നമ്മളെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളെന്താ പറയാ, പിന്നെ നമ്മൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് കൊടുത്ത് നികത്തിയിട്ട് നമ്മളിവിടെ ആളുകളെ വിട്ടിട്ടുള്ളൂ. സമാധാനവും സന്തോഷമായിട്ട് വിടുള്ളൂ. അങ്ങനെ വിടാൻ പറ്റും.
പറ്റുള്ളൂ. പഴയ കാലം നല്ലത് ആൾക്കാരുണ്ട്. അടുത്ത് മാത്രല്ലല്ലോ കാക്ക മുതലുള്ളത്. നല്ല മുതൽ എവിടെ ഉള്ളത്, നല്ല ക്വാളിറ്റി എവിടെയുള്ളത്, നല്ല ഡീലിംഗ് എവിടെയുള്ളത്, വിലക്കുറവ്, പിന്നെ ക്വാളിറ്റി ഒക്കെ വലിയൊരു ഘടക. പഴയ കാലം നല്ല കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വേണ്ട ഒന്നും വേണ്ട, ഇവിടെ തന്നെ 10-50 ഷോപ്പുള്ളതാ. അതത്രേ ഉള്ളൂ. അപ്പൊ ആരാണോ നല്ല മുതൽ കൊടുക്കണോ ഒരിക്കൽ കച്ചവടമുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. ഇതിപ്പോ നമുക്ക് എന്ത് വിലയുണ്ട്? ഇതിപ്പോ അതുപോലെ തന്നെ നമ്മൾ 10 രൂപയുടെ നമ്മൾ ആസ്ക് ചെയ്യാം. നമുക്ക് ഒരു 9.25 ഉറുപ്പിക 16 വണ്ടി കൊടുക്കാം. അത് എന്തെങ്കിലും കുറയ്ക്കണ്ടേ വീണ്ടും അതും ചെയ്തു കൊടുക്കും. അതൊക്കെ നമ്മളെ സ്ഥിരം പ്രേക്ഷകരെ നമ്മൾ നാളെ ഒരു കസ്റ്റമർ വന്നപ്പോ ഞാൻ മേടിച്ച വിലക്ക് ഒരു വണ്ടി കൊടുത്തു. എന്നോട് ഒരു പറയാ പൊന്നാര ഭായി ഞങ്ങളെ വീഡിയോ ഞാൻ 2 കൊല്ലമായിട്ട് കാണുന്നുണ്ട്, ഇപ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു പൈസ വന്നത്. കാരണം അപ്പൊ പിന്നെ നമ്മൾ ലാഭം നോക്കാൻ പാടില്ല. 2 കൊല്ലമായിട്ട് അന്നിന്നും കണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ പരിഗണിക്കണ്ടേ. ആ പരിഗണന നമ്മൾ കൊടുത്തു, വാങ്ങിയ വിലക്ക് കൊടുത്തു. ഇത് നല്ല കിഡിലിനായിട്ട് പണിതൊരു വണ്ടിയാണ്. അതെ അതെ, ഇത് 2016 തന്നെയാണ്. 16 തന്നെയല്ലേ? ഇപ്രാവശ്യം നമുക്ക് മോഡൽ കൂടിയ കുറെ വണ്ടി ഉണ്ടല്ലേ? ആ മോഡൽ കൂടിയതാണ് കൂടുതൽ ഉള്ളത്, കുറഞ്ഞതുണ്ട്, എല്ലാ മോഡലും ഉണ്ട്. ഏകദേശം പറഞ്ഞില്ലേ 2006 തൊട്ട് 2016 വരെയുള്ള 10 കൊല്ലത്തെ എല്ലാ ഇന്നോവകളും നമ്മുടെ അടുത്ത് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. ഇത് പിന്നെ ഡയമണ്ട് 2K ഒക്കെ ചെയ്ത സാധനം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് അഡീഷണൽ നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്താ പറയുക, പ്രൊജക്ടർ ലൈറ്റും ക്രിസ്റ്റന്റെ വീലും ഫ്രണ്ട് സ്കേറ്റിംഗ് ബാക്ക് സ്കേറ്റിംഗ് ആൻഡ്രോയിഡ് സീറ്റ് കവർ ഇനി ഇതുമ്പോ ഒന്നും കുറവില്ല. ഈ വീലിന് ഒരു 10-40 1,00,000 ഫിറ്റിംഗ്സ് ഇതും ഒരു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ എന്താണ് ആ 1,00,000 വരെ കാണിച്ചും കൊടുക്കാൻ കഴിയും. അതാണ്. റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ ഇതിനകത്തുള്ള ജെന്യൂൻ അല്ലാന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇതിപ്പോ ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ 10 ഉറുപ്പിക ആസ്ക് ചെയ്യേണ്ട ഒരു 10,15 ഉറുപ്പിക നമുക്ക് കൊടുക്കാം. അതൊക്കെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടേ വിടുള്ളൂ. അതുപോലെ തന്നെ നല്ല വെള്ള കളറിൽ വണ്ടി വേണമെങ്കിൽ ഇതും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഗ്രില്ലൊക്കെ മാറ്റി ചെയ്തൊരു വണ്ടിയാട്ടോ. ഇത് ഏതാ മോഡലൊക്കെ? 2015 മോഡൽ 16 രജിസ്ട്രേഷനിൽ വരുന്ന വി വണ്ടിയാണ്. വി ആണല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് വീലൊക്കെ കമ്പനി വരുന്നതല്ലേ? അത് ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന, പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല. കിലോമീറ്റർ 2,12,000 സർവീസ് ഉള്ള വണ്ടിയാട്ടോ ഈ വണ്ടി. ജനുവരി ഇത് കോഴിക്കോട് ഇവിടെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തതല്ല, കോഴിക്കോട് കസ്റ്റമർ ചെയ്ത് അവരെ നമ്മൾ മേടിച്ച വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി അത് പറയാം. ഒറിജിനൽ കേരള വണ്ടി നമ്മൾ എന്താ നിങ്ങൾ ഇടി വെട്ടുന്നതിന് വേണ്ടിട്ട് ഒരു 3-4 വണ്ടി നമ്മൾ എടുത്തുള്ളൂ. രജിസ്ട്രേഷനാ. ശരി, ഇതിപ്പോ 15-16 മോഡൽ വി വണ്ടി എന്ത് വില കിട്ടിയാ കൊടുക്കാം? ഇത് നമ്മൾ 2,10,000 കിലോമീറ്റർ ജനുവിനുള്ള വണ്ടിയാണ്, സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് നമ്മൾ 10 ഉറുപ്പിന്റെ വണ്ടിയാണ്. മാന്യമായ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. വി ആണ് കേട്ടോ. 10 ഉറുപ്പിന് ചോട കൊടുക്കും. ചോട നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും 10 ഉറുപ്പിന്റെ മേലെ എന്തെങ്കിലും തരണം ചെയ്ത് കൊടുക്കാം അല്ലേ? വി ആണ്. ഗ്രേ കളർ നല്ല അടിപൊളി വണ്ടി. ഇതും അതുപോലെ തന്നെ K76 നെന്മണ്ട രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി. ഇത് നമ്മൾ കസ്റ്റമർ കയ്യിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്ന എടുത്ത വണ്ടിയാണ് കേട്ടോ. അതൊക്കെ വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടോ മെയിൻ ആയിട്ട് പറയുന്നത്? അതിന്റെ പുറമെ ഈ കിടക്കുന്ന ടയർ ഉണ്ടോ നിങ്ങൾ? പുത്തൻ ടയർ അല്ലേ? 4 പുത്തൻ ടയർ, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കൊടുത്ത്, പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ രാജ്യത്തിൽ സീറ്റ് കവറും ആൻഡ്രോയിഡും 4 പുത്തൻ ടയർ പറഞ്ഞിട്ട് കാര്യമില്ല. ശരാശരി 10-40,000 ഉറുപ്പിക തന്നെ വേണം. പിന്നെ വേണ്ടേ 30 ഉറുപ്പിന്റെ മുകളിൽ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 10-15 ഉറുപ്പിക സീറ്റ് കവർ അടിക്കാനും പറ്റില്ല. അത് ഇത് നമ്മളൊരു വണ്ടിമ്മ പൈസ ചെലവാക്കാൻ നമ്മളെ വരുന്ന കസ്റ്റമർക്ക് അറിയാം, നമ്മളെല്ലാം ചെയ്ത് വെച്ചെങ്കിലേ ഇത് വണ്ടി പോകുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞില്ല, അത് പഴയ കാലം നല്ല ആളുകൾ വരുമ്പോൾ ടയർ ഇല്ലാന്ന് പറയും, അതില്ല ഇതില്ല എന്ന് പറയും. പിന്നെ നമ്മൾ വേറൊരു അടിച്ചപൊളി ആക്കിച്ച വണ്ടി കാണുമ്പോൾ ആൾക്കാർക്ക് അതേമാതിരി ആക്കി കൊടുക്കണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആക്കി കൊടുത്തെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. അതായത് ഇപ്പൊ ശരിക്കും ഇപ്പൊ എല്ലാ പണിയും തീർത്ത് വണ്ടികൾ എടുക്കാൻ ആൾക്കാർ പാലും വയമ്പും കൊടുത്തെങ്കിൽ എന്താ എളുപ്പത്തെ പണി നടക്കുള്ളൂ. പഴയ കാലം എന്നല്ല, ഞാനോട് പറഞ്ഞില്ലേ, എങ്ങനെയാണോ നമുക്ക് ജനങ്ങൾക്ക് വണ്ടി വൃത്തിയിൽ ഹൈ ക്വാളിറ്റി ആക്കി കൊടുക്കാൻ പറ്റുക, അങ്ങനെ ജനങ്ങൾക്ക് പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്, ഇപ്പൊ ഞാനാണെങ്കിലും കൂടുതലും കാണിക്കാൻ പ്രിഫർ ചെയ്യുന്നത് ക്വാളിറ്റിയാണ് അല്ലെ? ആ ക്വാളിറ്റി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി. ക്വാളിറ്റി തന്നെയാണ് വലിയ ഘടക. ഇതിപ്പോ എന്താ സംശയം, ഒരു മുതൽ വെറുതെ കൊടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. വണ്ടി ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി വലിയൊരു ഘടക. ഇതിപ്പോ മോഡൽ ഏതാ പറഞ്ഞാൽ ഇത് 2015 ഒറിജിനൽ ആയിട്ട് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി, 2,30,000 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി. ഇത് എന്ത് വില വരും? ഇത് നമ്മൾ 9.5-9.15 9 ഉറുപ്പിക നമുക്ക് പണി നടത്തും. ഫൈനൽ പ്രൈസ് വണ്ടി. ഇതൊക്കെ ടയോട്ടയിൽ നമ്പർ കാണിച്ചു കൊടുത്തോളൂ, ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് പൈസ തന്നാൽ മതി. ക്വാളിറ്റി ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറ്റം പറയാനില്ല. പറയില്ല. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഗ്രേ വണ്ടി കൂടി, ഗ്രേ കളർ ഇനോവ. ഈ ഒരു കളർ വല്ലാത്തൊരു ഹൈലൈറ്റ് അല്ല? ഇതൊരു വൈബിളുള്ള കളറാണ് ഗ്രേ കളർ, സിൽക്കി ഗോൾഡ് ഇനോവയില്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ ജോ. അല്ല, ഈ ഒരു എന്ത് കാഴ്ചപ്പാടാന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കളർ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയല്ലേ? പ്രീമിയം കളറിൽ അങ്ങനെ പറയാം. എക്സിക്യൂട്ടീവ് കളർ പറയുമ്പോൾ വൈറ്റും സിൽവറും ആയി, അങ്ങനെ ഉണ്ടല്ലോ. ഇതിലിപ്പോ എന്തെങ്കിലും മോഡൽ ഏതാ പറഞ്ഞത്? 15V വണ്ടി. 15V ആണ്. റീപ്ലേസ് ഉണ്ടോ? തേർഡ് ഓണർ ഇല്ലല്ല, റീപ്ലേസ് ഒന്നുമില്ല. 1,92,000 കിലോമീറ്റർ ആണ് ഇതിനകത്ത് ഉള്ളത്. ഈ തേർഡ് ഓണർ ഒക്കെ ആകുമ്പോൾ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? 1, 2, 3, 4 ഓണർ വരെ ഒരു ടെൻഷനും ഇല്ല. 5, 6 ഒക്കെ ആവുമ്പോ അത് ലോണിനൊരു പ്രശ്നമില്ല കേട്ടോ. ബാങ്കല്ല കൊടുക്കണേ, നമ്മളല്ല, നമുക്ക് ഫിനാൻസ് ലോണൊന്നും ഇല്ലല്ലോ, ബാങ്കാണ് കൊടുക്കുന്നത്. ഓണർഷിപ്പിന് 5,000 കിട്ടും, 6,000 കിട്ടും. അതിനൊന്നും പേടിക്കണ്ട. വണ്ടിന്റെ മോഡലൊക്കെയാണ്. പിന്നെ 16 അവസാനിച്ച വണ്ടി, അപ്പൊ 10 കൊല്ലമായി സംഗതി അവസാനിച്ചിട്ടുള്ള ഒരു പഴയ കാലം ഒന്നല്ല. ഇപ്പൊ MDM-ഉം ചോറിയും കച്ചറിയും പിന്നെ ക്യാമറയും പെനാൽറ്റിയും ഫൈനും പെൻഡിംഗ് ഒക്കെ ഉള്ളത് റേഷൻ കാർഡ് വരെ ബാധിക്കുന്നുണ്ട്. ഒരാളും അവനവന്റെ പേരിലുള്ള വണ്ടി മാറ്റാതെ കൊടുക്കൂല. പഴയ കാലഘട്ടം ഒന്നല്ല, അതുകൊണ്ടാണ് ഈ ഓണർഷിപ്പ് കൂടുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓണർഷിപ്പ് മാറാണ്ട് കൊടുക്കുന്ന 11 ഓണറുള്ള ഇനോവ ഞാൻ ഇവിടെ വിറ്റിക്കണ്. 2010 ഇനോവ എന്താ ഓണർഷിപ്പിന് എന്താ കുഴപ്പം? ആളുകൾ ഇത് സംഗതി ഇപ്പൊ നമ്മൾ ഉപയോഗിക്കണോ എന്താ കുഴപ്പം?
ഇപ്പൊ ഓണർഷിപ്പ് എത്രയാണെങ്കിലും എന്താണെങ്കിലും വണ്ടി നന്നായത്. പിന്നെ ഇപ്പൊ നമ്മളെ കണ്ടീഷൻ എനിക്കറിയാലോ, നമ്മളിപ്പോ ഒരുപാട് നമ്മളെ വീഡിയോ കണ്ടോൽക്ക് പറയാം, നമ്മളിന്ന് വണ്ടി കൊണ്ടുപോയി ഏത് കസ്റ്റമർ ആയാലും നിങ്ങൾ വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്തോളി എന്നാ പറയുന്നത്. ഒരു ദിവസം എവിടെ ചോല നാട്ടിൽ ഇപ്പൊ പകുതി പൈസ നമ്മളെല്ലാ വീഡിയോയിലും പറയണ മാതിരി വരുന്ന ആളുകളോട് പ്രത്യേകം പറയുകയാണ്, ഏത് വണ്ടിയാലും പകുതി പൈസ എന്നാ വണ്ടി ഞാൻ കൊടുക്കും. പകുതി പൈസ ഓല് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ബാക്കി പൈസ തന്നാൽ നിങ്ങൾക്ക് വണ്ടി തിരിച്ചുകൊണ്ട് കൊണ്ടുവരാം. അതൊക്കെയാണ് ധൈര്യം. ഇതിലാർപ്പം എങ്ങനെ നമ്മളൊരു കോൺഫിഡൻറ്റ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുക, അത്രല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നുള്ള നിലയ്ക്ക് ചെറിയ സംഗതികളൊക്കെ ഉണ്ടാകും, അതിനൊന്നും എന്നോട് മൈമപ്പൂരാരും കാട്ടരുത്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു 5 റുപ്യന്റെ 10 റുപ്യന്റെ പണി നമ്മൾ ഉണ്ടാവൂല, എന്നാലും മുൻകൂർ ജാമ്യം എടുത്ത് ഞാൻ പറയുന്നതാണ്. വണ്ടി എടുക്കുമ്പോൾ ഒരു ബ്രേക്ക് പാഡ്, ഒരു ബുഷ് അല്ലെങ്കിൽ ഒരു ഷോക്കപ്പ് ഇത് ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ അറിവിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ചെയ്തു വെക്കും. ഒരാൾ വന്നാണ്ട് ഓടിച്ചു നോക്കിയാണ്ട് അവിടെ വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ വെച്ചാൽ ഓടിക്കാൻ സുഖമല്ല, സ്മൂത്ത് ഇല്ലാതെ ഓല വണ്ടി എടുക്കൂലല്ലോ. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ടൊയോട്ടയിൽ PhD എടുത്ത ആളെന്ന് ഞാൻ പറഞ്ഞു. യാതൊരു സംശയമില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ ശ്രമിക്കണ്ടേ നമുക്ക് വേണ്ടിട്ട് ഒരു PhD തരാൻ വേണ്ടി നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ മോനെ 10 രൂപ 15 V വണ്ടി, 10 റുപ്യക്കാണ് 15 V വണ്ടി കൊടുക്കുന്നത്. നെഗോഷ്യബിൾ ആവൂലേ? നെഗോഷ്യബിൾ പറഞ്ഞാൽ ഇതൊക്കെ ഏറ്റവും കുറച്ച്. ഇത് നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അതിന്റെ വീഡിയോ മാത്രമല്ലല്ലോ ജനങ്ങൾ കാണുക. കേരളത്തിൽ വരുന്ന വീഡിയോസ് എല്ലാം കമ്പയർ നോക്കിയിട്ട് അത്രേ ഉള്ളൂ. വണ്ടി പൊളിയാന്ന്. പിന്നെ നമ്മുടെ അടുത്തുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്താ, സ്റ്റോക്ക് എണ്ണം കൂടിയിട്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. തുണിസാപ്പിക്ക് ചെന്നാൽ നമ്മൾ ടെക്സ്റ്റൈൽസിൽ ചെന്നാൽ അങ്ങനെയാണല്ലോ, ചുരിദാറിന്റെ ഒരു അട്ടിയെന്നോ ചുമര് മൊത്തം ഉണ്ടാവും, അതിനൊക്കെ പാടാണ് വലിച്ചിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഏതാ വേണ്ടത് തന്നെ കൺഫ്യൂഷൻ ആവും. നേരെ മറിച്ച് 10 ചുരിദാറുള്ളെങ്കിൽ എന്തായാലും അതിനൊന്ന് സെലക്ട് ചെയ്യും. നമ്മുടെ അടുത്ത് ഓൾറെഡി എനിക്കറിയാലോ ഒരു 10-60 ഇനോവന്റെ സ്റ്റോക്ക്, ഇനോവ മാത്രം ഒരു 60 സ്റ്റോക്ക് ഉണ്ട്. അതാണ് വിഷയം. അത് വേറെ. പിന്നെ ഇപ്പൊ അതാ കേട്ടോ, ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഇഷ്ടംപോലെ വണ്ടികൾ ചെറുവണ്ടി ഒരു 5-8 ഉണ്ട്. 1.5 ലക്ഷം റുപ്യക്ക് ടവേരൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഫുള്ള് പേപ്പറുള്ള വണ്ടി. അടുത്ത വീഡിയോയില് അതാണ്. അപ്പൊ ഇത് നോക്കിയോ, ഇത് മോഡൽ ഏതാ? ഇത് മോനെ 15 V തന്നെയാണ്. 15 V ആണ്. 15 V. ഇത് അത്യാവശ്യം വൃത്തിയുണ്ട്. ഒരെണ്ണം ഒന്ന് പോളിഷ് ചെയ്ത് അടിപൊളിയായി. അതെ, അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ. ഇതിൽ എന്താ കുറവുകളൊക്കെ നമ്മൾ ചെയ്യുമോ? അടിപൊളി, നല്ല ടയർ, അലോയ് വീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് എല്ലാം ഇന്ത്യയിലൊക്കെ സെയിം ആയിട്ട് നമുക്ക് വേമയും കുറച്ച്. പിന്നെ ഇതിൽ നമ്മൾ പറയാനുള്ളത് വീഡിയോയിൽ നമ്മൾ പറയാന്നുള്ളൂ. ഇത് വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ മൊത്തമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും കിട്ടൂല, വ്യക്തത കിട്ടൂല. അപ്പൊ നമ്മൾ ആളുകൾ ചെയ്യേണ്ട നമ്മൾ 4 നമ്പർ കൊടുക്കേണ്ട. ഈ 4 നമ്പറിൽ നമ്മളെ കാറ്റലോഗ് ഉണ്ടല്ലോ, ഒരു മെസ്സേജ്, ഒരു ഹായ് വിട്ടാൽ നമ്മളെ റെഡി സ്റ്റോക്കുള്ള എല്ലാ വണ്ടിയും കാണാം. അതിന്റെ ഇന്റീരിയറും പുറംഭാഗവും ഉള്ളുഭാഗവും ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ കാണാൻ കഴിയും. കുറച്ച് വണ്ടികൾ സ്പീഡ് 15 V വണ്ടി, ഇതും 10 രൂപ കൊടുത്തു. വെള്ളയാണെങ്കിലോ ഇത് 2012 വണ്ടി, 12 G4. 12 G4 ആണ്. 12 ആണെങ്കിൽ പോലും ഇന്ത്യയിലൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ള വണ്ടിയാട്ടോ. ബോഡി വൈസ് ഒന്നും കുഴപ്പമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ, മേജർ ആയിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറഞ്ഞോളി. പിന്നെ ഇപ്പൊ നമ്മളെന്താറോ, നമ്മൾ ഈ പറയുന്ന സംഗതികളിൽ ആളുകളോട് നമ്മൾ വീണ്ടും പറയാണ്, ചെറിയ സംഗതികൾ. ഇപ്പൊ ഈ വണ്ടി ഓൾറെഡി എന്താ ഇതാണ്, ഇതിന്റെ ബമ്പർ ആ ടൈപ്പ് പിന്നെ 3 ടൈപ്പ് 4 മാറിയതാണ്. പിന്നെ ഈ ഇവിടുത്തെ നമ്മളിന്ന് കൊടുക്കുന്ന ഏത് വണ്ടി ഇൻഷുറൻസ് അല്ലേ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ ചെറിയ സംഗതികൾക്ക് ഷോറൂമിൽ പോകുമ്പോൾ അത് മാറും. അല്ലാതെ മേജർ ആയിട്ട് ആക്സിഡന്റോ അല്ലെങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് റുപ്യന്റെ ക്ലെയിം ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട കേസുള്ളൂ. 12 വണ്ടി കിലോമീറ്റർ ഓടിയ കിലോമീറ്റർ ആണ് ഇതിനകത്ത് 1,61,000 നമ്മൾ പ്രോപ്പറാന്നൊന്നും പറയണ്ട. പിന്നെ ഇപ്പൊ ടയോട്ടന്റെ വീഡിയോ ആൾക്കാർ കണ്ടപ്പോ നമ്മൾ തൃശ്ശൂർ ഷോറൂമിലൊക്കെ വന്നു 10 ലക്ഷം കിലോമീറ്റർ വരെ അതുണ്ട്. ടയോട്ട നമ്മളിപ്പോ എന്താ ദുനിയാവില് വേറെ ഉണ്ടായിട്ടുണ്ട്, വോക്സ് വാഗൺ ഉണ്ട്, ടാറ്റ ഉണ്ട്, ടയോട്ട ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ ഓൺലി ടയോട്ട നമുക്ക് നിൽക്കാനുള്ള കാരണം ടെൻഷൻ ഫ്രീ കച്ചവടമാണ്. അത് മാത്രമല്ല കംപ്ലൈന്റും വളരെ കുറവ്. അതെ, അതന്നെ ടെൻഷൻ ഫ്രീ ആണ്. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മളെ 6.5 റുപ്യയുടെ ചോദിക്കണം, നമുക്ക് ഒരു 6.25 റുപ്യന്റെ കൊടുക്കാം. ഫൈനൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അത് ഞാൻ ചെയ്ത് കൊടുക്കും. ഒരു ഫുൾ ടാങ്ക് എണ്ണ അടിക്കാനുള്ള പൈസയെങ്കിലും മിനിമം. അല്ല അത് അതെ, ആ പൈസ ആയിട്ട് നമുക്ക് അങ്ങനെ കുറച്ചും കൊടുക്കാം. ഇനി വേണേ എണ്ണ അടിച്ചു കൊടുക്കും. അതെ. ഇതാണെങ്കിലോ ഇത് 2015 വണ്ടി തന്നെയാണ്, സെക്കൻഡ് ഓണർ. 15 സിൽക്കി ഗോൾഡ് സെക്കൻഡ് ഓണർ രജിസ്ട്രേഷൻ വണ്ടി. നല്ല വൃത്തിയുണ്ട്, നല്ല വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. അത് ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിത് കൺമശൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ചൊറുക്കാക്കി വെക്കണ മുതലാണിത്. കുറെ എണ്ണത്തിന് ബാക്ക് സൈഡ് ഒന്നും കാണിച്ചു തന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് എല്ലാ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. ബാക്കിലേക്ക് വരുമ്പോൾ പിന്നെ ഇവിടെ ഒരുപാടെണ്ണം കിടപ്പുള്ളത് കൊണ്ടാണ് അതൊന്നും മൊത്തത്തിൽ ഞാനിങ്ങനെ കാണിക്കാത്തത് കേട്ടോ. കാരണം ഈ ഇന്നോവ ഒരേ സാധനം കാണിക്കുമ്പോൾ എല്ലാം എന്തിനാണ് എല്ലാം കാണിക്കുന്നത്. അതെ, ഓരോന്നിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ. അല്ല, നമ്മളെന്താ ഇത് മൊത്തത്തിലൊന്ന് കണ്ട ആളുകളുടെ ഇത്രയും സ്റ്റോക്ക് നമ്മളെടുത്തുണ്ട് എന്നുള്ളതൊന്ന് കണ്ടോട്ടെ. ശരി, ഇതിപ്പോ നമുക്ക് എന്തോ വരും? 10 തന്നെയാ? ഇത് അല്ലല്ല, അതൊന്നും വേണ്ട. ഇത് നമുക്ക് 9 ലക്ഷം റുപ്യ കൊടുക്കാം. 15 വണ്ടി 9 റുപ്യ. നല്ല വൃത്തിയില്ല വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. ശരി, അതായത് ഇപ്പൊ അതേപോലെ തന്നെ ഇന്നോവയിൽ ഒരു സ്പെഷ്യൽ സാധനമല്ലേ ഇത് കളറ്? അതായത് ഇവിടെ നിന്ന് അങ്ങനെ കാണിച്ചു കൊടുക്കും. ഈ തല തൊട്ട് ആ തല വരെ 15-16 വണ്ടികളാണ് ഇന്നോവ. നമ്മൾ ആ സൈഡാണ് 12, 13, 14 കാണിക്കുന്നത്. അത് മാത്രമല്ല ഇത് ഒരു സ്പെഷ്യൽ കളറാണ്. അതെ, ഇതൊരു കോഫി കളർ സ്പെഷ്യൽ കളർ. ഈ കളറിൽ ഒറ്റ വണ്ടിയേ ഉള്ളൂ. ഇത് മോഡൽ ഏതാ? ഇത് 2015 വണ്ടി. 15 നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഒരാ ഭാഗം ഞാൻ പറയാനില്ല. ഓടിയ കിലോമീറ്റർ അതൊന്നും കറക്റ്റ് ആണെന്ന് നമ്മൾ പറയേണ്ട. 1.70 ഇതിനകത്തുള്ളത്. കറക്റ്റ് അല്ലാന്ന് തന്നെ പറഞ്ഞാണ് കൊടുത്തത്. മേജറും മൈനറും ആയിട്ടില്ല എന്ന് പറയാം. ഇത് വിലയോ? ഇത് നമ്മൾ 9,000 റുപ്യക്ക് 9.25 നമുക്ക് കൊടുക്കാം അല്ലെ?
9,400 ഈ വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 15 ഗ്രേ കളർ വണ്ടി തന്നെ. ശരി, വീന്റെ അലവിയിലും പിന്നെ ആൻഡ്രോയിഡ് സെറ്റും സീറ്റ് കവറും ബോഡി സ്റ്റിക്കറും ബാക്ക് സ്കേർട്ടും പ്രൊജക്ടർ ലൈറ്റ് ഒന്നും കുറവില്ല ഇതും. ശരി, അത് ഈ പറഞ്ഞ പോലെ കിലോമീറ്റർ ഒന്നും പറയണ്ട. കിലോമീറ്റർ ഒന്നും പറയണ്ട. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഇത് നമുക്ക് 9 ലക്ഷം രൂപയ്ക്ക് ഇതും കൊടുക്കും. 9 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ഇനോവകൾ എല്ലാവരും ജനങ്ങൾ കേട്ടോട്ടെ. ₹1 1.5 മുടക്കിയ എല്ലാ വണ്ടിയും കൊടുക്കാൻ പറ്റും. ശരി, ആ കിടക്കുന്ന സിൽവർ ആണെങ്കിലോ? ആ കിടക്കുന്ന സിൽവറും 2015 വണ്ടി. 15 വി വണ്ടിയാണത്. അത് 15 G4 ആണ്. 15 വി വണ്ടി സിൽവർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10 രൂപ നമുക്ക് കൊടുക്കാം. അതുപോലെ അത് 15 ഗ്രേ കളർ ആണ്. അത് നമുക്ക് ഒരു 9 രൂപ ആവും. ഇതൊക്കെയാണ് ഇപ്പൊ ഈ 15 വണ്ടികളുടെ ഒരു വില അല്ലേ? 15 വണ്ടിന്റെ ശരാശരി വില അങ്ങനെ തന്നെയാണ്. ഇതാണെങ്കിലോ? പിന്നെ ഇപ്പൊ ലേശം നമ്മളൊന്ന് കുറച്ചതാട്ടോ. കാരണം എന്താ വെച്ചാല് ടാക്സ് വർദ്ധിച്ചു, ഇൻഷുറൻസ് വർദ്ധിച്ചു, മെയിന്റനൻസ് വർദ്ധിച്ചു. അതൊന്നും നമ്മളെ കാര്യത്തിൽ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല. മൊത്തത്തിൽ പുതിയ വണ്ടിക്കൊക്കെ ഇനി ഏപ്രിൽ മുതൽ വില കൂടാൻ പോകും. അല്ല, മാർച്ച് തൊട്ട് ടാക്സ് തന്നെ 50% വർദ്ധിപ്പിച്ചു. എല്ലാ വണ്ടികൾക്കും ടാക്സ് കൂടി. റിന്യൂവൽ എടുക്കുമ്പോൾ റിന്യൂവൽ അല്ല, സെക്കൻഡ് ഇത് നമ്മൾ പിന്നെ അടക്കുന്ന വണ്ടികളല്ലേ. ഇതൊക്കെ ടാക്സ് നമ്മൾ അടക്കുന്ന വണ്ടികളല്ലോ. അല്ല മോനെ, 7% ഉള്ളത് 9%, 2% ടാക്സ് കൂടി. 2% പറഞ്ഞിട്ട് പൈസ കൂടല്ലേ. എങ്ങനെയൊക്കെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാവോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും. അല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കണല്ലോ. LDF ആയാലും UDF ആയാലും ഒന്നും നമ്മൾ ഇതിൽ വിഷയാക്കണ്ട. അതെ, അപ്പൊ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അടുത്ത് വന്നൊരു കസ്റ്റമറെ നമ്മൾ മടക്കാതെ വിടും. അതാണ് നമ്മളെ വന്ന കസ്റ്റമർ നമ്മളെ അടുത്ത് വന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. എന്തായാലും പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് വണ്ടി നമ്മൾ കൊടുത്തു. 1-2 വണ്ടി ഒന്നല്ലല്ലോ കൊടുത്തത്. അപ്പൊ നമ്മളടുത്ത് വന്നോനെ നമ്മൾ എന്തെങ്കിലും കാട്ടിയിട്ട് മുതൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമെന്ന് പോലും. ശരിക്കും ഞാനൊരു കാര്യം പറഞ്ഞു കൊടുക്കാം. വണ്ടി ജസ്റ്റ് നോക്കാനായിട്ട് നിങ്ങൾ ഇവിടെ വരരുത്. കാരണം എന്താ വെച്ചാൽ വണ്ടി തന്നേ വിടുള്ളൂ അല്ലേ? അല്ല, അങ്ങനെ ഒരുപാട്. ഇപ്പൊ മിനിഞ്ഞാന്നിപ്പോ നമ്മളെ മണ്ണാർക്കാട് ഒരു KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് മൂപ്പര് വണ്ടി നോക്കാൻ വേണ്ടി ബസ്സിന് വന്നതാ. ഞാൻ മൂപ്പരെ വണ്ടിയും കൊടുത്തു വിട്ടു. ഒരു 50,000 രൂപ നമുക്ക് ഒരാളെ കണ്ടാൽ പോതിയാണ്. ഞാൻ വണ്ടി കൊടുത്തു വിട്ടു. പാലക്കാട് നമ്മളൊരു സാറ് വന്നിരുന്നു, അയാൾക്ക് നമ്മൾ വണ്ടി കൊടുത്തു. അത് ഞാൻ പറഞ്ഞത് വണ്ടി നോക്കാൻ വന്ന് നിങ്ങൾ വണ്ടി കൊടുത്തു. പെരുന്നാളിന്റെ തലേന്ന് നമ്മൾ എന്ത് ചെയ്താണ്, കണ്ണൂരിൽ ഒരു ഫാമിലി വന്നത്. ഓല് എയർപോർട്ടിൽ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടി വന്ന ഓൽക്കും ഞാൻ കൊടുത്തു വിട്ടു. ഓല് പെരുന്നാൾ കഴിഞ്ഞ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഇടപാട് ക്ലോസ് ചെയ്തു. അതാണ് നമ്മളെ കച്ചവടം. ഇനി ഇതാണെങ്കിലോ? ഇത് 2014 G4 നിലവിൽ AP ആണ്. നമുക്ക് എന്ത് ചെയ്യും? KL 84 വണ്ടി നമ്പർ കൊടുക്കും. ശരി, ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും പേപ്പർ ആക്കിയല്ലോ കൊടുക്കുള്ളൂ. നമ്മൾ അതർ സ്റ്റേറ്റിന്റെ കച്ചവടം ചെയ്യലില്ല. എന്തിനാ നല്ലടി നാട്ടിൽ കിട്ടുമ്പോൾ എന്തിനാ വയനാട്ടിൽ പോയി തല്ലുള്ള വല്ല കാര്യമുള്ളൂ. നമ്മളെന്താ 100 രൂപ NOC കിട്ടിയില്ല, അത് എന്ത് കിട്ടും? ഇത് കിട്ടും. ഇത് ടെൻഷൻ അല്ല. KL കണ്ടാ പിന്നെ ടെൻഷൻ അല്ല. ഇത് നമ്മൾ KL കച്ചവടം 2014 വണ്ടി 8 രൂപ പേപ്പർ ആക്കിയിട്ട് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തുണ്ട്. ഇതാണെങ്കിലോ? ഇത് 12 V വണ്ടി. 12 V ആണ്. പേപ്പർ ആയ വണ്ടി. അതൊക്കെ പേപ്പർ ആയത്. ഇതിപ്പോ എന്തുവല്ലോ വരും? 12 V വണ്ടി നമുക്ക് 7 രൂപയാണ്. 7,500 അത് കൊടുത്തു വിടും. 7,500 രൂപയ്ക്ക് കൊടുക്കും. അതിലൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. അതെ. ഇനി ഇതാണെങ്കിലോ? ഇത് 14 G4. ഇത് നമുക്ക് എന്തുവല്ലോ വരും? ഇത് നമുക്ക് 790 കൊടുക്കാം. 790 14 G4 കൊടുക്കാം. വേറെ അപാകത ഒന്നുമില്ലല്ലോ. ഒരു അപാകതയില്ല. ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെ ഓണറെ നമ്മള് നമ്പറാണ് കൊടുക്കും. ഓല് വിളിച്ചിട്ട് 5 കൊല്ലമായിട്ട് ഇവിടെ KL10 BF എന്ന് പറഞ്ഞാൽ 2020 നമ്പറായ വണ്ടിയാണ്. 5 കൊല്ലമായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കണ മുതലല്ലേ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സിൽവർ വണ്ടി കൂടി ഉണ്ടല്ലോ. ഇത് 14 V വണ്ടി. 14 V ആണ്. 14 V ആണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ABS, എയർ ബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ, AC. ഇത് ഇങ്ങനെ പറയണ്ടല്ലോ. ആളുകൾ ഇപ്പൊ ഏകദേശം ഒക്കെ എല്ലാവർക്കും G എന്താണ് V എന്താണെന്ന് അറിയാൻ കഴിയും. എല്ലാവർക്കും അറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കും. ഞാൻ അറിയാത്തവരെ നമ്മൾ പറഞ്ഞും കൊടുക്കും. ശരി, ഇതിപ്പോ മേജർ പ്രശ്നങ്ങൾ? മേജർ ഒന്നുമില്ല. ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഒന്നും മാറിയിട്ടില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതെ അതെ. ഇത് കിലോമീറ്റർ 210 സർവീസ് ഉള്ള വണ്ടി. പക്ക സർവീസ് ഉണ്ട്. പറഞ്ഞു കൊടുക്കും. 210 എന്ന് പറയുമ്പോൾ വലിയൊരു ഓട്ടോ ഒന്നും അതൊന്നല്ല. ഇന്നോവനെ സംബന്ധിച്ചിടത്തോളം 210 എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. ഈ വിലയോ? 25% ഓടിയിട്ടുള്ളൂ. 10 ലക്ഷത്തേക്ക് 7 ലക്ഷം കുറവുണ്ട്. ഇതോ? ഇത് വില നമ്മൾ 9 രൂപയാണ് ആവശ്യപ്പെടുക. എന്തെങ്കിലും ചെറിയൊരു മാറ്റം കൊടുക്കാം. 8 ചിലർക്ക് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ഈ വെള്ളയാണെങ്കിലോ? ഇതും 14 വണ്ടി തന്നെയാണ്. 14 V വണ്ടിയാണ്. വൈറ്റ് കളർ. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിപ്പോ നമുക്ക് ഇതും നമ്മൾ 8 ചില്ലറാന്ന് തന്നെ പറയാം. 9 രൂപയാണ് ഇതിന്റെ വില. 8 ചില്ലർക്കും കൊടുക്കും. 8.25 കൊടുക്കും. നമുക്ക് എന്തെങ്കിലും പൊട്ടിച്ചാവും കൊടുക്കാം. ഇതാണെങ്കിലോ? ഇത് അതുപോലെ തന്നെ പോലെ 2014 വണ്ടി തന്നെ. 14 അല്ലേ? ഇതിന്റെ ഇതൊന്ന് കാണിച്ചു തരാം. സീറ്റ് അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്തൊരു സീറ്റാട്ടോ. ലൈക്ക് ഒരു ലെതർ ഫിനിഷ് വരുന്ന നല്ല സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള സാധനം. ഇത് 14 പറഞ്ഞേ? അതെ 14 V വണ്ടി. ആൻഡ്രോയിഡും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ. അപാകത എന്തെങ്കിലും പറയാനുണ്ടോ? അപാകത എന്നൊന്നും പറയണ്ട. ഇതിന് മേജർ കേസുകളൊന്നുമില്ല. മൈനർ ആയിട്ട് എന്തോ ഒരു ഡോറോ അങ്ങനെ എന്തോ ചെറിയ സംഗതി ഉണ്ട്. ഇത് നമ്മൾ എക്സ്ചേഞ്ചിന് എടുത്ത വണ്ടി. കിലോമീറ്റർ ജെന്യൂൻ അല്ലാന്ന് പറഞ്ഞു കൊടുത്താൽ മതി. 14 V വണ്ടി 9 രൂപയാണ്. 8.25 കൊടുത്ത്. ഇതാണെങ്കിലോ? പഞ്ചാബ്. ഇത് അതുപോലെ പഞ്ചാബ്. ഇത് ഓൾറെഡി NOC വന്നതാണ്. ഇത് നമ്മൾ KL10 കൊടുക്കുക. ശരി. 2012 V വണ്ടി 7000 രൂപ. 12 V ആണ്. 7.5 അല്ലേ? 7.25 കൊടുക്കാം. അടിപൊളി. KL10 നമ്പർ ആക്കി പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്ത് 7.25 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഒരു അപാകതയില്ല. പറഞ്ഞു കൊടുത്താൽ മതി. ഇതാണെങ്കിലോ?
ഇത് 2014 വണ്ടി. 14 അല്ലേ? 2014 വണ്ടി, 2.5 ലക്ഷം കിലോമീറ്റർ. സെക്കൻഡ് ഓണർ, 2.5 ലക്ഷം കിലോമീറ്റർ. ഇതും അതുപോലെ തന്നെ കേൽപ്പത്തി VG എന്ന് പറഞ്ഞാൽ 2010 രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. സോറി, 2020. നല്ല വൃത്തിയുണ്ടല്ലോ, നല്ല വൃത്തിന്റെ ടയോട്ട സർവീസ് ഉള്ള വണ്ടി. എവിടെ നല്ല സർവീസ് ഒക്കെ ഉള്ള വണ്ടികളാണ്. അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല, പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 7.25 റുപ്യ കൊടുക്കാം. 7.25 റുപ്യക്ക് കൊടുക്കാം. അതൊക്കെ ലോൺ വേണ്ടി ആളുകൾക്ക് ഒരു 1.5 റുപ്യ മുടക്കിയാൽ ലോൺ കിട്ടും അല്ലേ? അത് വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ നമുക്ക് ലോൺ 1-1.5 റുപ്യ ശരാശരി മുടക്കണോനും എന്ത് ചെയ്യാ, വണ്ടി പ്രൊഫൈൽ ഉള്ള ആൾക്ക് വണ്ടി നമുക്ക് കൊടുക്കാം. ഇനി ഇതാ ഈ കിടക്കുന്നതാണെങ്കിലോ, ഇത് 13V ആണ്, ടൈപ്പ് 3. അതായത് ഇതിപ്പോ വളരെ അപൂർവമാണ് ഈ ടൈപ്പ് 3 കാണല്. പക്ഷെ ടൈപ്പ് 3 നല്ല രസമാട്ടോ വണ്ടി. ഓരോരുത്തർക്ക് ഓരോ കമ്പലഞ്ഞോ അങ്ങനെ ഉണ്ടല്ലോ. ഇജ്ജ് പറഞ്ഞ മാതിരി നമുക്ക് ഇത് കാണുമ്പോ ഒരു വൈബ് ആ ടൈപ്പ് 3 ഒറിജിനാലിറ്റി, ആ ചെറിയ ഗ്രില്ലും ആ ചെറിയ ബമ്പർ, അത് ഇങ്ങനെ കാണുമ്പോ ഒരു രസമാണ്, വൃത്തിയാണ് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ ഇത് ടൈപ്പ് 4 ആക്കാനൊന്നും ഇല്ലതാ, ബമ്പർ ഗ്രില്ല് മാറി കൊടുത്താൽ എന്തായി, ടൈപ്പ് 4 ആയി. അത്രേ ഉള്ളൂ. ഇതും V വണ്ടിയാണ്, 13V ആണ്. അത് ഒറിജിനൽ ഷേപ്പിലുള്ള വണ്ടി. അതെ, ഒറിജിനാലിറ്റി വണ്ടി. ഒരു റീപ്ലേസ് വേറെ ഒന്നുമില്ല. പോളിസും ഇന്റീരിയൽ ഒക്കെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ ഈ വെയിലുമായും കൊള്ളുമ്പോഴേ കിലോമീറ്റർ ജെന്യൂൻ അല്ലാന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് വിലയുണ്ട്? ചെറിയ പൈസക്കാ കൊടുക്കാം. 7,50,000 റുപ്യ കൊടുക്കും. 13V വണ്ടി നല്ല പ്രൊഫൈലുള്ള ആക്കാണെന്നുണ്ടെങ്കിൽ ഒരു 6,500 റുപ്യ ലോണും കിട്ടും. ഒരു 10 റുപ്യ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മൊത്തം പണിയും തീർക്കാം അല്ലേ? അതൊന്നും പോലെ തരേണ്ട ആവശ്യമൊക്കെ കമ്പക്കാരാണെങ്കിൽ നമ്മൾ ടൈപ്പ് 4 കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഈ കണ്ടീഷനിൽ കൊണ്ടുനടക്കണം എന്നാണ് എന്റെ ഒരു. അതെ, ഓരോരുത്തർക്ക് ഓരോ റങ്കാണല്ലോ. ഇനി ഇതാണെങ്കിലോ, അത് ഹെഡ്ലൈറ്റ് മാറിയിട്ട് ടൈപ്പ് 3 അല്ല, അടിപൊളി ലുക്കിലുള്ള വണ്ടിയാണ്. ഇത് ഒറിജിനൽ കോഴിക്കോട്ടുകാരനാണ് വണ്ടിയിട്ട്. കേൾപ്പാൻ 4,500. ഒറിജിനൽ കേരള. ശരി, ടൈപ്പ് 3 ഒറിജിനൽ കേരള വണ്ടി, നല്ല നീറ്റ് വണ്ടി കേട്ടോ, വൃത്തിയുണ്ട്. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉണ്ട്, പ്രോപ്പർ ആണ്. 1,78,000 കിലോമീറ്റർ. V വണ്ടി അല്ലേ? V വണ്ടി. കിലോ റേറ്റ് എത്ര വരും? റേറ്റ് കേരള ആയതുകൊണ്ട് നമ്മൾ 8,500 റുപ്യ ആസ്ക് ചെയ്യും. എന്താ വെച്ചാൽ കുറച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ കേരള ആണെങ്കിലും അതർ സ്റ്റേറ്റ് ആണെങ്കിലും വണ്ടി എല്ലാം ഒന്നാണ്, ക്വാളിറ്റി മാത്രമല്ല പ്രശ്നമുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതെടുക്കുന്നതും അതെടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. എന്താ കേരള വണ്ടി റീവണ്ടി മോശമുള്ള വണ്ടികളില്ലല്ലോ. ഞാൻ അതല്ല പറഞ്ഞ ക്വാളിറ്റി നോക്കി എടുക്കുക. കേരള ആയാലും റീ ആയാലും ഒരേപോലെ ഒരു കുഴപ്പമില്ല. നമ്മൾ ജാതി ഏതായാലും അല്ല മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിപ്പോ അതർ സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നു, കർണാടകയിൽ നിന്ന് വന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നു, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവിടെ റോട്ടിൽ ഓടുന്ന വണ്ടികൾ തന്നെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, വിലയിൽ മാറ്റം വരുന്ന ഒളക്കമല്ല പരിപാടിയല്ലേ? വിലയിൽ മാറ്റം വരണല്ലോ. അതായത് ഒരു തറവാടിത്തം നമുക്ക് എന്തെങ്കിലും അവകാശപ്പെടാം. ഒരു തറവാടിത്തം അല്ലാതെ അതിനൊരു കുഴപ്പമോ? ഒരു കുഴപ്പമില്ല. പക്ഷെ മാർക്കറ്റ് വിലയിൽ ഇപ്പൊ ഈ വണ്ടി നമ്മൾ 7,400 റുപ്യക്ക് കൊടുക്കുന്നുണ്ട്. ഇതാവുമ്പോ 1 ലക്ഷം റുപ്യ എല്ലാവരും പിന്നെയും കൂടും. അതെന്തിനാ കൂട്ടണെന്ന് പറയാ? അത് വില എന്തായാലും കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും വില കൂടുതൽ. അത് മേടിക്കുന്നോട് തന്നെ നമുക്ക് വില മാറ്റം വരും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തൂടെ? നമുക്ക് 8,500 റുപ്യ നമ്മളൊക്കെ അത് മുന്നേ പ്രൊജക്ടർ, ബാക്ക് പ്രൊജക്ടർ, സീറ്റ് കവർ, ആൻഡ്രോയിഡ് ഒക്കെ ചെയ്ത വണ്ടി അല്ലേ? എത്രന്ന് പറയുമ്പോൾ 8,400 കൊടുത്ത്. അതാണ് 8,400 കൊടുത്താളാ. ഇനിയിപ്പോ നമ്മളെന്താ വാസി പിടിച്ചു പറയാൻ പാടില്ല. ഇനി ഇതാണെങ്കിലോ? ഇതും അതുപോലെ തന്നെ 12 ആണ്. 12 G4. ഓക്കെ, നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നമുക്ക് സീറ്റുകളൊക്കെ നല്ല ക്ലീൻ പീസ് സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ അപാകതയൊന്നും ഇല്ല. അപാകതകൾ എന്ന് പറയാൻ മേജർ കേസ് ഒന്നുമില്ല. അങ്ങനെ തന്നെ വണ്ടി ഇതൊക്കെ നമുക്ക് ടാക്സി ആക്കാനും കൊള്ളാം അല്ലേ? എല്ലാ വണ്ടിയും ടാക്സി ആക്കാം. ഇന്നോവ, ക്രിസ്റ്റ ഒക്കെ ഏത് വണ്ടിയും വേണ്ടിയവർക്ക് ടാക്സി ആക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. വണ്ടി ആവുമ്പോൾ പിന്നെ പ്രത്യേകിച്ചു. അതെ, വൈറ്റ് വണ്ടി ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 12 വണ്ടി നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. 12 വില കുറച്ച് തന്നെയാണല്ലോ കൊടുക്കണേ. എത്രയ്ക്ക് കൊടുക്കും? ഒറ്റ വില പറഞ്ഞാൽ അതിലെ 6,400 റുപ്യക്ക് മുതൽ കൊടുക്കും. 12 വണ്ടി. വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ടാക്സിക്കാരൻ വരികയാണ്, ഇപ്പൊ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും? അല്ല, അതൊക്കെ കുടുംബം പോറ്റേണ്ട ആൾക്കാരല്ല. അപ്പൊ നമ്മള് ലാഭം നഷ്ടമൊന്നും നോക്കൂല. ചില കച്ചവടത്തിൽ ആളുകൾക്ക് അനുസരിച്ച് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലോ കേട്ടോ. എല്ലാവരും നമ്മൾ ആളെ പിന്നെ വേർതിരിവൊന്നും കാണിക്കൂല. ചില ആളുകൾ എന്താ പറയുക, സാഹചര്യത്തിനനുസരിച്ചൊക്കെ നമ്മൾ കച്ചവടം ചെയ്യേണ്ടി വരും. അത് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഈ വരുന്ന കസ്റ്റമർക്കും വേണം, ഞമ്മക്കും വേണം. എന്നാലേ പണി നടക്കുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. അതായത് കുടുംബം നോക്കാൻ ഒരു വണ്ടി എടുക്കാൻ വരുന്ന ഒരാൾക്ക് ഇതെന്താ പറയാ, അടിച്ചു പൊളിച്ച് പോണോന്റെ മാതിരിയല്ലല്ലോ. കുടുംബം നോക്കാൻ അരി മേടിക്കാൻ വേണ്ടി അവനാന്റെ മൈസത്തിനും വേണ്ടി കുട്ടികളെയും മക്കളെയും ബാപ്പനെയും ഇമ്മനെയും പോറ്റാൻ നിൽക്കണോ നമ്മൾ എന്ത് ചെയ്യരുത്? കച്ചവടത്തിൽ വാസി പിടിച്ചരുത്. ലാഭം കുറഞ്ഞാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് അത് കൊടുക്കും. അങ്ങനത്തെ ഒരാളുടെ നിങ്ങൾ വന്നോട്ടെ, ഞാൻ ഇനിയും കുറച്ച് കൊടുക്കും. ഇതാണെങ്കിലോ? ഇതും 12 G4 KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി തന്നെ. ഇത് 12 13 രജിസ്ട്രേഷൻ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടി. ഇത് കിലോമീറ്റർ പ്രോപ്പർ ആണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയൂല. 1,58,000 ആണ് ഇതിലുള്ളത്. അത് നമ്മൾ ഗ്യാരണ്ടി ആണെന്നൊന്നും പറയണ്ട. വില നമുക്ക് 6.5 ആണ്. ഒരു 6.25 ഇതും കൊടുക്കാൻ പറ്റും. കൊടുക്കണ വില ഈ പറയുന്ന ഏറ്റവും വില കുറച്ച് 12 വണ്ടിയാണ് ഈ പറയുന്നത്. അതെ, ഇത് അവസാനമായിട്ട് 2011 ഒരു വണ്ടിയാണ്. ഓഫർ വെടിക്കെട്ടല്ലേ വരാൻ പോണേ. 2011 വണ്ടി. 11 ഇതിപ്പോ എഴുതി വെക്കണം. കിലോമീറ്റർ ഒന്നും പറയണ്ട. ഇതിനകത്തുള്ള 2,60,000 കിലോമീറ്റർ 90% റെഡിയോ. 11 ഇതിൽ എഴുതി വെക്കണം. അതാണ് ഈ വണ്ടിന്റെ ഒക്കെ കണ്ടീഷൻ. ഒരു റീപ്ലേസും ഇല്ല. പിന്നെ ഇപ്പൊ റീപ്ലേസ് ഓൾറെഡി ബോണറ്റ്, ബമ്പർ, ഹെഡ്ലൈറ്റ്, മഡ്ഗാർഡ് ഒക്കെ മാറി. ടൈപ്പ് 2 11 വരിക. ശരി, എന്ത് വിലയുണ്ട്?
ഇത് നമുക്ക് 5.5 ചോദിച്ചു ആ. 5 റുപ്യാണ് കൊടുക്കുക. 5 ലക്ഷം രൂപ. 5 ലക്ഷം റുപ്യ. അടിപൊളി. ഇതും നമുക്ക് വേണേൽ ടാക്സി ഒക്കെ ആക്കി കൂടെ അല്ലേ? ഓ ആക്കാലോ, ആക്കാം. ഏത് വണ്ടി ആക്കാം. GPS ഇതുമ്മ ലോണ് ശ്രീരാമ പ്രൈവറ്റ് ബാങ്കേ കിട്ടുള്ളൂ. 11 ആയതുകൊണ്ട് ഇതിമ്മ ഒരു 3 റുപ്യ എന്തായാലും എഗ്രിയാ കിട്ടൂല. 2 റുപ്യ മുടക്കണോന് 2014 വണ്ടി കൊടുക്കാം. ശരി, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ കുറെ വണ്ടികൾ നമ്മളിപ്പോ കാണിച്ചു. നമുക്ക് എന്നാ പിന്നെ ഓഫർ ഒക്കെ കാണിച്ചാലോ? ഓഫർ ഭയങ്കര ഓഫർ ആട്ടോ. നട്ടാന്നൊളി വെറുതെ നമ്മൾ തമാശ പറയല്ല. ഒരു അൾട്ടോന്റെ വില 2015, 12, 13 അൾട്ടോന്റെ വിലക്ക് ഒരു ഇന്നോവയാണ് നമ്മൾ തരിക. അതാണ് തുടങ്ങാം. നൂറുദ്ദീൻ കാ, ഇതാണ് നമ്മൾ പറഞ്ഞ ഓഫർ വണ്ടികൾ അല്ലേ? ഓഫർ എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് ഓഫർ. എന്തൊക്കെയാണ് വെടിക്കെട്ട് ഓഫർ? 2006 ഇന്നോവ 2006 ടൈപ്പ് 1 വരുന്ന അന്നത്തെ ഒറിജിനാലിറ്റി വണ്ടി. ഇത് റിയല്ലേ? അറിയാണ്. 2006 ടൈപ്പ് 1 വരുന്ന വണ്ടി. ഇത് റീപ്ലേസ് ഉണ്ട്? 2006 വണ്ടിയാണ് അജോ. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷ. പിന്നെ ഇപ്പൊ 2006 അല്ല, അതിന്റെ ഒരു വിലക്കാണല്ലോ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. വില കേൾക്കുമ്പോൾ ആൾക്കാർ നിട്ടുള്ള വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. വണ്ടി വില നമുക്ക് പറയാം, അത് പ്രശ്നമാക്കല്ല. വണ്ടി വീഡിയോ ഒന്ന് കാണും മൊത്തത്തില്. സീറ്റവറൊക്കെ 2006 അപേക്ഷിച്ച് പുളകം കൊള്ളണ ജാതിയാണ്. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊന്നും പറയണ്ട. ഇതൊക്കെ വരുന്ന ആൾക്കാര് പേപ്പർ 6, 10, 16, 5, 21, 26 വരെ പേപ്പർ ഇപ്പൊ റെഡിയിൽ വാലിഡ്. അടുത്ത കൊല്ലം 10-ാം മാസം വരെ പേപ്പർ വാലിഡ്. അതെ അല്ലേ? വണ്ടി ഓവറോൾ എന്താ പറയാ, നിങ്ങൾക്ക് തരുന്ന വിലക്കുള്ള മുതൽ അതുണ്ട്. അത് 100 നമുക്ക് എന്താ പറയാ, കുറ്റബോധം ഉണ്ടാവില്ല ഈ മുതലൊന്നും ആ കൊടുക്കുന്ന വിലക്ക്. അങ്ങനെയല്ല, നമ്മള് വില ഏറെ കൊടുത്തു എന്നുള്ള ഒരു കുറ്റബോധം മനസ്സിൽ തോന്നൂല. വില പറയും 1,85,000 റുപ്യ ഫിക്സ്ഡ് പ്രൈസ്. ശരിക്കും 1,85,000 റുപ്യക്ക് ഒരു ടൈപ്പ് 1 ഇന്നോവ. ഇത് ഒരു 40 റുപ്യ കൊടുക്കാണ് ടൈപ്പ് 4 ആക്കിയാൽ. അതെ, ഞാൻ 50 റുപ്യ കൂട്ടിക്കോളി മാക്സിമം. 50 റുപ്യക്ക് ടൈപ്പ് 4 ആവും വണ്ടി. അതായത് 1,80,000 ഇന്നോവ കൊടുക്കുന്നത്. 1,85 ഫിക്സ്ഡ് പ്രൈസ്. 1 രൂപ കുറച്ച് ചോദിക്കരുത്. ഇതൊക്കെ എന്തായാലോ, ഇത് നമ്മൾ വേറൊരു വണ്ടി മാറ്റിയെടുത്തല്ല. നമ്മൾ ജാതി വണ്ടി പർച്ചേസ് ചെയ്യൂല, നിങ്ങൾക്ക് അറിയാലോ. 1,85,000 രൂപ. പിന്നെ ഒന്നുമില്ലെങ്കിൽ കൊല്ലത്തുനിന്ന് ഇവിടെ ഓടി വന്ന വണ്ടി. അത് കൊല്ലക്കാര് വന്നിട്ടാണ് നമ്മുടെ അടുത്ത് മോഡൽ കൂടി ഒരു ഇന്നോവ കൊണ്ടുപോയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് തന്നതാണ്. അതായത് ഞാൻ പറയുന്നത് കേരളത്തിൽ വേറെ എവിടെയും ഈ വിലക്ക് വേണ്ടി പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. പിന്നെ 7 സീറ്റ് ഇന്നോവ. അതും ഇനോവ എന്ന് പറയുന്ന സാധനം എന്റെ ജീവിതത്തിൽ ഞാൻ വിറ്റിട്ടില്ല. 1,85 ഒരു ഇനോവ. അത്രയല്ലേ നമുക്ക് പറയാനുള്ളൂ. നമ്മളൊരു അനുഭവം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതൊക്കെയാണ് ഓഫർ എന്ന് പറയുന്നത്. 1,85,000 രൂപ അൾട്ടോന്റെ പൈസക്ക് ഇതാ ഈ ഇന്നോവ. അടിപൊളി. അതുപോലെ തന്നെ ഈ വെള്ള വണ്ടി ആണെങ്കിലോ? വെള്ള വണ്ടി 2012 മോഡലുള്ള വണ്ടി. അതായത് ടൈപ്പ് 2. 2012 പിന്നെ ടൈപ്പ് 2ലും കുറച്ച് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ ടൈപ്പ് 2ൽ ഇറങ്ങിയ വണ്ടിയാണിത്. നല്ല നീറ്റ് ഇന്റീരിയർ ആട്ടോ. 2012 അപേക്ഷിച്ച് നല്ല വണ്ടിയാണ്. ടൈപ്പ് 4 അല്ല. ഇനിയിപ്പോ നിർബന്ധമുള്ള ആളുകൾക്ക് എന്താ ചെയ്യാ, പറഞ്ഞമാതിരി ഒരു 50 റുപ്യ തരികയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ടൈപ്പ് 4 ആക്കി കൊടുക്കുക. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, ഈ ഒറിജിനാലിറ്റി ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതിൽ വേറെ കാര്യം, ടൈപ്പ് 4 ആക്കുമ്പോൾ ബാക്കിലൊന്നും ചെയ്യണ്ട അല്ലേ? ബാക്കിലൊന്നും ചെയ്യേണ്ട, ഫ്രണ്ടിലെ സാധനങ്ങൾ മാറിയാൽ മതി. അതാണ്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ ഉണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പക്ഷെ ബോഡി വൈസ് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? ബോഡി വൈറ്റിനെ അപേക്ഷിച്ച് 2012 വൈറ്റിനെ അപേക്ഷിച്ച് നല്ല വൃത്തിയാണ് വണ്ടി. നല്ല ക്ലീൻ വണ്ടി കേട്ടോ. അതായത് ആ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറി, ആ ഗ്രില്ലും മാറിയാൽ ഇത് നല്ല ക്ലീൻ ആയി. ഇപ്പൊ നിലവിൽ ടൈപ്പ് 2 ഒറിജിനാലിറ്റി. അതാണ്. ഇന്റർകൂളർ വണ്ടി, അതും ഇന്റർകൂളർ. ഇത് ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ 12 മോഡലിലുണ്ട്. ഇത് നമുക്ക് വേണം ടാക്സി ആക്കി കൂടെ? ടാക്സി ആക്കാലോ. ഒരു കുഴപ്പമില്ല. ചെറിയ പൈസക്ക് ടാക്സി ആക്കി. ചെറിയ പൈസക്ക് ടാക്സി ആക്കാം. ശരി, ഇതിപ്പോ എന്താ വില? ഇതും ഒറ്റ വില 4,75,000 റുപ്യ. 4,75. ഞാൻ അത്യാവശ്യമുള്ള ആളുകൾക്ക് 5 ലക്ഷം റുപ്യ ബാങ്കും ലോൺ കൊടുക്കും. 12 വണ്ടി ആയതുകൊണ്ട് നിങ്ങൾ ഒരു 5 ലക്ഷം റുപ്യ തന്നാൽ ടൈപ്പ് 4 ആക്കി കൊടുക്കും. 5,4 കൊടുക്കും. 5,4 ക്ലീൻ പീസ് ആക്കി കൊടുക്കും. ക്ലീൻ പീസ് ആക്കി കുട്ടപ്പനാക്കി കൊടുക്കും. അടിപൊളി. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. അതെ, അതായത് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. അതെ, ഈ ഒരു മുതലൊന്നും എന്താ നിങ്ങള് എപ്പോഴും കിട്ടുന്ന സംഗതി അല്ല. അപ്പൊ വീഡിയോ ഇങ്ങനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സും നമ്മളെ ഫോളോവേഴ്സും ഉണ്ടല്ലോ, നമ്മളെ റോഡ് മാസ്റ്ററിന്റെ, ഓർക്കും വേണ്ടിട്ട് ഒരു ഓഫർ എന്നുള്ളതാണ് ഇപ്പൊ ഇതൊക്കെ പറയുന്നത്. 12 ഇനോവ നമ്മളെ വീഡിയോയിൽ നമ്മൾ കാണിക്കലുണ്ടല്ലോ, 6-6.25 റുപ്യ കുറച്ച് മുതലില്ല. ആ സാധനം നമ്മൾ എന്ത് ചെയ്യാണ്, ആവശ്യക്കാർക്ക് 5,4 ടൈപ്പ് 4 ആക്കി കൊടുക്കും. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ 4,3 കൊടുക്കും. അത് ഫുള്ള് ലോണും കൊടുക്കും. അതാണ് 5 ലക്ഷം റുപ്യ ലോൺ കൊടുക്കും. 5 ലക്ഷം റുപ്യ ലോണും കൊടുക്കും. അപ്പൊ 1,85,000 രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാം. അതുപോലെ തന്നെ 4,75,000 രൂപയ്ക്ക് ഈ വണ്ടി 4,70,000 കൊടുക്കാൻ പറ്റും. അതൊക്കെ ഓഫർ നിങ്ങൾ വരുമ്പോൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നോവ തപ്പിയെടുക്കുന്നവർ ഇനി വേറെ എവിടെയും പോകേണ്ടതാ. നിങ്ങൾക്ക് ആവശ്യാനുസരണം റെഡ് ബെൽ യൂസ്ഡ് കാർസിൽ ഓൾമോസ്റ്റ് ഒരു 60+ ഇന്നോവ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അത് ഏത് മോഡലും ഏത് വേരിയന്റും ഏത് വിലയ്ക്കും. അതെ. പിന്നെ എന്താ പറയുക, ഇന്നോവയിൽ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എല്ലാ മോഡലും നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ, പിന്നെ ക്രിസ്റ്റയുണ്ട്, ഫോർച്യൂണർ. അല്ല, നമ്മളിപ്പോ ഇന്നോവന്റെ വീഡിയോയിലാണ് ഇപ്പൊ പറയുന്നത് ടൈപ്പ് 1, 2, 3, 4 എല്ലാ സാധനവും. പിന്നെന്താ പറയുക, ഇതൊക്കെ എന്താ പറയുക, ഇതിപ്പോ നമ്മൾ ആളുകൾ പറയുമ്പോൾ നമുക്ക് 1-2 ആളുകൾ കമന്റ് അടിച്ച് പറയാൻ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ മുതലൊക്കെ നമ്മളിപ്പോ എന്റെ ഇതൊക്കെ പറയല്ല, നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഇതിൽ നമ്മൾ ഡെലിവറി കാണിക്കൂട്ടോ. ആളുകൾ പറയാതെ പുളു അടിച്ചാൻ വേണ്ടിട്ട് പറയണം 1,85 ഓലെടുത്ത് ഇന്നോവ
അല്ല ഇതിപ്പോ ഫസ്റ്റ് കാണണമെന്ന് എന്തായാലും മുതൽ കൊണ്ടുപോകും. അതെ. എല്ലാവർക്കും കൂടി ഇത് കൊടുക്കാൻ കഴിയൂല, ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ വീഡിയോ കാണണം, ഒരാൾക്കല്ലേ ഒരു ഇന്നോവ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡെലിവറി വീഡിയോ ഫോട്ടോ ആണെങ്കിൽ അയച്ചു തരുന്ന ഒന്ന് രണ്ട് സംഭവം നമുക്ക് അനുഭവമാണ് ഇവിടെ. റീച്ച് ആക്കാം, നമുക്ക് അങ്ങനെ റീച്ചിന്റെ ആവശ്യമൊന്നുമില്ല. പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് മര്യാദ റീച്ച് ഇപ്പൊ നമുക്ക് ഉണ്ട്. റീച്ച് ആവശ്യത്തിന് അങ്ങനെ റീച്ച് ആക്കാൻ വേണ്ടിട്ട് പുള്ളടിച്ചതിന്റെ ആവശ്യമൊന്നും ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്തിനാ അതിന്റെ ആവശ്യം പയ്യെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചാൽ അത് ആരെങ്കിലും കൊണ്ടുവന്ന ഒരു വീഡിയോ ആണ് ഞാൻ അയച്ചു. അല്ല നമുക്ക് ഇവിടെ 1-2 വണ്ടി നമ്മളെ അനുഭവം നമ്മൾ 2-2.25 ഇന്നോവ കൊടുത്തിനല്ലോ. പിന്നെ അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചാണ്ട് പറയാം നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ ആയപ്പോ തന്നെ എങ്ങനെ വണ്ടി കൊടുത്തു, അങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു സംഗതിക്കും വേണ്ടി നമ്മൾ പറഞ്ഞോട്ടെ. അതെ, അത്രേ ഉള്ളൂ. അതെ അതെ അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. അപ്പൊ നമ്മളെ സ്ഥലം നമ്മൾ പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിലെ മോങ്ങം എന്ന് പറയുന്ന കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിലാണ്. ഇവിടുന്ന് മലപ്പുറത്തേക്ക് 10 കിലോമീറ്റർ, മഞ്ചേരിക്ക് 10 കിലോമീറ്റർ, കാലിക്കറ്റ് എയർപോർട്ടിക്ക് 10 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. റെഡ് ബെൽ യൂസ്ഡ് കാർ. നമ്മളെ 4 നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ വിളിക്കുമ്പോൾ തിരക്കേ, കാരണം കസ്റ്റമർ നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഫോൺ എടുക്കരുത്. നമ്മളെ സ്റ്റോപ്പിന് നമ്മൾ ഓർഡർ ഒരാളെ മുഖത്തേക്ക് നോക്കിയാണ് ഇങ്ങനെ ഹലോ ഹലോ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു വട്ടം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് വിളിക്കണം, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് വിട്ടാൽ നമ്മളെല്ലാ നമ്പറിലും കാറ്റലോഗും ലിങ്കും ഉണ്ട്. റെഡി സ്റ്റോക്കുള്ള എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണാം. പിന്നെ വിലയിൽ നിങ്ങൾ ആരും എന്ത് ചെയ്യൂല, നമ്മുടെ അടുത്ത് ഒന്നും തെറ്റിയും പോകില്ല. ഇൻഷാ അല്ലാഹ് വരുന്ന പോലെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, വില കുറച്ച് അടിച്ചാ പൊളി വണ്ടിയും തരും. അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ റെഡ് ബെൽ യൂസ് സംഭവം? അടിപൊളിയല്ലേ നൂർദീൻ കാ? നമ്മൾ എല്ലാവരോടും പറയുന്ന ഒരു കേസ് ഉണ്ട്, വില കുറച്ച് ക്വാളിറ്റി വണ്ടി. അതാണ് എല്ലാവർക്കും വേണ്ടത്. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ. നിങ്ങളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളോട് എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമാണ്, ഇവിടെ ഒന്ന് നിങ്ങളൊരു വണ്ടി എടുക്കണം ഞാൻ ആരോടും പറയില്ല. പക്ഷെ നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കയറി നോക്കുക അല്ലേ. ഇന്നോവയുടെ ടയോട്ടയുടെ ഒരു ഇന്നോവ എടുക്കാൻ ആഗ്രഹമുള്ളൂ നമ്മളെടുത്ത് വരിക, വന്നോളി, നോക്കിക്കോളി, കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് 100 വട്ടം കബൂലാണെന്ന് തോന്നുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ അല്ല തോന്നും, അങ്ങനത്തെ നമ്മളായിട്ട് ഡീലാക്കുക. കൊടുക്കും. പൈസ കണ്ടാൽ ഞാൻ അപ്പ ബുക്കും. അങ്ങനെ ഒരു വീക്കൻസി നമുക്കുണ്ട്. പൈസ കെട്ട് കണ്ട അപ്പൊ നമ്മൾ ചാടും. അതൊരു വീക്കൻസാ. അതങ്ങനെ ചെയ്യുള്ളൂ. ക്വാളിറ്റി പിന്നെ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത്, വരുന്ന ആൾക്കാർ പൗതി പൈസ എന്നാൽ ഏത് 10 ലക്ഷം റുപ്യ വണ്ടിക്ക് 5 റുപ്യ 5 റുപ്യ വണ്ടിക്ക് 2.5 തരം വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. ഒരാഴ്ച ഉപയോഗിച്ചിട്ട് റാഹത്താണെങ്കിൽ ബാക്കി പൈസ തന്നാൽ മതി. ഇതിനൊക്കെ ഇപ്പൊ എങ്ങനെ പോയി നമ്മൾ പറഞ്ഞു കൊടുക്കുക? അതേമാതിരി ഇപ്പൊ കല്ലായിപ്പാലം പൊന്നാക്കി കൊടുക്കണ വിലയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുണ്ടല്ലോ, 1,85,000 റുപ്യക്കൊക്കെ ഇന്നോവയും കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു മനുഷ്യന് ചെയ്യണേനോ ലിമിറ്റ് ഇല്ല ജോ ഉണ്ട്. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് വന്നോളൂ. നല്ലൊരു വണ്ടി വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഒരുപാട് സംസാരിച്ചു, ഇനി വേറെ ഒന്നും പറയുന്നില്ല. എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലം വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ വരുന്ന വണ്ടികൾ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കണ്ടോളൂ. എക്സ്ചേഞ്ച് വണ്ടി ഉണ്ട്, കുറെ വണ്ടി ഉണ്ട്. സ്വിഫ്റ്റ് ഉണ്ട്, റിഡ്സ് ഉണ്ട്, നമ്മുടെ ലീവ് ഉണ്ട്, പിന്നെ എന്താ അതിന്റെ പേര്, ഡസ്റ്റർ ഉണ്ട്, പിന്നെ നിസാൻ ടറാൻ ഉണ്ട്, പിന്നെ ഹോണ്ട അമേസ് ഉണ്ട്, ഹോണ്ട ജാസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ചെറുവണ്ടികൾ എക്സ്ചേഞ്ച് വണ്ടികളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തരാനുള്ള. പിന്നെ 1,60,000 ടവേര, 1 MB ടവേര, ഈ സാധനമൊക്കെ ഉണ്ട്. ഒരു ഇന്നോവന്റെ ആൾക്കാർ പോണ സാധനം 160 റുപ്യക്ക് എന്താ കിട്ടുമ്പോൾ ഒരു ടവേര കൊടുക്കും നമ്മൾ. 2030 വരെ പേപ്പറുകളെ. അതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, കമന്റ് ചെയ്ത് നമ്മളപ്പം വിജയിപ്പിക്കുക. അടുത്ത വീഡിയോ മതി. അപ്പൊ എന്തായാലും അടുത്ത കിടിലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും